ബിരിയാണി ഇഷ്ടമല്ലാത്തവരായിട്ട് വളരെ ചുരുക്കം പേരല്ലേ ഉണ്ടാവുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി. അപ്പോൾ ഇഷ്ടമുള്ളവരെ കൊണ്ടുപോര്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം ഒരു കടായി എടുത്ത് അതിലേക്ക് ഓയിലും നെയ്യും ഇട്ട് ഒന്ന് ചൂടാക്കുക. അതിനുശേഷം സവാള ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ മൂത്ത് വന്നതിലേക്ക് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂട്ടി അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നല്ല ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. എനിക്ക് ഈ ടൈമിൽ വരുന്ന സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ഉള്ള സ്മെല്ല് ഉണ്ട്. അതൊന്ന് വെന്ത് വന്നാൽ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് ചിക്കൻ ഒന്ന് മുരിച്ചെടുക്കാം. ഒന്ന് ചെറുതായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അങ്ങനെ വേവിച്ചു കൊടുക്കാം. അത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് തക്കാളി അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായി വെന്ത് വന്നാൽ അതിലേക്ക് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ഇതിന് തക്കാളി ഇട്ട് കൊടുക്കണം. നിങ്ങൾ എല്ലാത്തിൻ്റെയും കണക്കും എത്ര ആൾക്കാർക്കാണോ അതിനനുസരിച്ച് കണക്കാക്കി എടുത്തിട്ട് വേണം കേട്ടോ എല്ലാതും. ചിക്കനാണെങ്കിലും ഉള്ളിയാണെങ്കിലും ഒക്കെ അതിനനുസരിച്ച് വേണം എടുക്കാൻ. തക്കാളി ഒന്ന് വെന്ത് വരുന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് തൈര് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അപ്പോൾ ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ ഓവർ വേവ് ആവാൻ പാടില്ല, എന്നാൽ തീരെ വേവാതിരിക്കാൻ പാടില്ല. നമുക്ക് ദമ്മിടാനുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, സവാള വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. ഞാൻ സവാള വറുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് സവാള വറുത്തിട്ടും കൂടി ഇട്ട് കൊടുക്കുക. അതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ടേസ്റ്റി ബിരിയാണീൻ്റെ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയും പിന്നെ നമ്മൾ മല്ലി പുതിനയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടാവില്ലേ, അതും ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ തൈര് ചേർക്കുന്ന കൂട്ടത്തിൽ നാരങ്ങയും കൂടി കുറച്ച് പിഴിയണം. അത് ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ടുപോയി വീഡിയോ ചേർക്കാൻ. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. ഇനി വേവിക്കണ്ട കേട്ടോ. ഇനി നമുക്ക് നെയ്ച്ചോറുണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് സവാള വറുത്ത എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നെയ്യും ഇട്ട് കൊടുത്ത് ഓൾ സ്പൈസസ് ഇട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉള്ളി ആഡ് ചെയ്യുക. കുറച്ച് ഉള്ളി മതിയും. എന്നിട്ട് കുറച്ച് ക്യാരറ്റും ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള അരി ഇട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അരി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് നെയ്ച്ചോറിന് വരിക. അത്യാവശ്യം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ചെറുതായിട്ട് വറ്റി വരാം. നല്ല വെള്ളം ഊറ്റിയിട്ട് ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ. എന്നാലും അതിലുള്ള ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് ഇതാക്കിയെടുക്കണം. എന്നിട്ട് ഞാനിപ്പോൾ എടുത്തത് 2 കപ്പ് അരിക്കാണ്. അപ്പോൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഇരട്ടി എന്നുള്ള രീതിയിൽ വെള്ളം എടുത്ത് അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 പച്ചമുളക് കീറിയതും വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും ഇട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കതിന് ശേഷം മൂടി തുറന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നെയ്ച്ചോറ് മൊത്തത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമുക്ക് ദം പ്രോസസ്സാണ്. നെയ്ച്ചോറ് ഓവറായിട്ട് വെന്ത് വരാനും പാടില്ല, എന്നാൽ തീരെ വേവാനും പാടില്ല. കാരണം നമ്മൾ ദമ്മിൽ കിടന്ന് വേവാനുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ അത് ഓവർ കുക്ക്ഡായി പോവും. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ എടുത്ത് അതിലേക്ക് ലെയറായിട്ട് നെയ്ച്ചോറ് ഇട്ട് കൊടുത്ത് ദം ചെയ്യാൻ പോവുകയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ദം ചെയ്യുന്ന പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ്. അതിനുശേഷം നമ്മൾ ചോറൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സവാള ഉണ്ടല്ലോ അതൊന്ന് മാറ്റി വെക്കണം. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഞാൻ ആഡ് ചെയ്ത് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടിയും സവാളയും ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ മല്ലിച്ചപ്പ് പൊതിഞ്ഞ് അരിഞ്ഞതിൻ്റെ ബാക്കി ഉണ്ടാവും, അതും കൂടി ഇട്ട് തൂവി കൊടുക്കുക. എന്നിട്ട് കുറച്ച് പാലുണ്ടല്ലോ, പാലിൽ മഞ്ഞപ്പൊടി കലക്കിയിട്ട് ആ മിശ്രിതവും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നെയ്യും കൂടിയും തൂവി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ചെയ്ത പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇതേമാതിരി നെയ്ച്ചോറ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് വീണ്ടും സവാള വറുത്തതും അതേപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും പിന്നെ നെയ്യും പാലിൻ്റെ മിശ്രിതം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണേ. അത് ഞാൻ സ്കിപ്പ് ചെയ്ത് മറന്നുപോയി. ഞാൻ പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല.
അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ദം ചെയ്യാം. നല്ല ടൈറ്റായിട്ട് ദം ചെയ്യണം കേട്ടോ. അപ്പോൾ ദം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചില കടായിൻ്റെ ലിഡുമൊക്കെ ഒരു ഹോൾ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം വേണം ദം ചെയ്യാൻ. എന്നിട്ട് ഒരു അരമണിക്കൂർ വളരെ സ്ലോ ആയിട്ടുള്ള ഫ്ലെയിം ഇട്ട് ഒന്ന് ദം ചെയ്ത് എടുക്കുക. ഒരു അരമണിക്കൂർ വേണം. അതിന് ശേഷം ഇതപ്പം തന്നെ തുറക്കരുത്. എന്നിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. നല്ല സ്മെല്ലും ഉണ്ടാവും. അങ്ങനെ തുറക്കുമ്പോൾ വരുന്ന സ്മെല്ലുണ്ടല്ലോ, അടിപൊളിയാണ്. തുറന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സെർവ് ചെയ്യാൻ. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ചിക്കൻ പൊരിച്ചത്, പിന്നെ സാലഡ്, അച്ചാർ, ചമ്മന്തി ഒക്കെ ആക്കാം. ഞാനിപ്പോൾ സാലഡും അതേമാതിരി ചിക്കൻ പൊരിച്ചതും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതും കൂടിയും കൂട്ടി ഒരു പിടുത്തം പിടിച്ചാണ്ടല്ലോ, അടിപൊളി നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്യുക മാത്രമല്ല, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം, എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.